Hello viewers, Namaste. Welcome back to my new video. 100% റിട്ടേൺ ഗ്യാരണ്ടി തരുന്ന ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി, അതാണ് WinTrader. അപ്പോൾ അതിന് എങ്ങനെ ഇത് ഫോളോ ചെയ്യണം, കറക്റ്റ് രീതിയിൽ എങ്ങനെ ഫോളോ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിലോട്ട് നോക്കാം. അപ്പോൾ അതിനെ ബേസ് ചെയ്താണല്ലോ അതിൻ്റെ ഓപ്ഷൻസ് പോണത്. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഈ കിടക്കുന്നതാണ് മാർക്കറ്റ് റേറ്റ് 21,600. അപ്പോൾ ഇതെല്ലാം റിയൽ ടൈമിലാണ്, ദർ ഈസ് നോ ഡിലേ. നമ്മൾ ഇപ്പോൾ ഓപ്ഷൻ ആണെങ്കിലും ഇക്വിറ്റീസ് ആണെങ്കിലും കൊമോഡിറ്റീസ് ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഏതെടുത്താലും നമ്മൾ മാർക്കറ്റ് റേറ്റ് ഇവിടെ ഡിസ്പ്ലേ വരും. ഇതിനകത്ത് ഈ റെഡ് ഡൗൺ ആരോ വരുന്നതാണ് സെൽ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ വരുന്നതാണ് ബൈ സിഗ്നൽ. അതായത് റെഡ് ഡൗൺ ആരോ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. അതുപോലെ ഗ്രീൻ അപ്പ് ആരോ ബൈ വരുമെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെ ഈ സിഗ്നൽസ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. വരുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് മെസ്സേജ്, ഇതുപോലെ അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ഏത് കാണിച്ചു നിഫ്റ്റി 5 മിനിറ്റിൽ സെല്ല് വന്നിരിക്കുന്നത്. 5 എന്ന് വെച്ചാൽ ഇൻട്രാഡേയിൽ നമ്മൾ 5 മിനിറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളൊരു സ്കാൽപ്പർ ആണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാം. സെല്ലായിട്ട് 21,678. ഇപ്പോൾ 21,678 എന്ന ലെവലിൽ നിന്നാണ് നമ്മളതിൻ്റെ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ 21,800 ഒരു ഇന്ദമണിയിൽ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഇന്ദമണി അഡ്ദമണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോഫിറ്റ് വരും, അതുപോലെ റിസ്ക് കൂടുതലുമാണ്. അപ്പോൾ നമ്മുടെ പ്രീമിയം ചാർട്ടും കൂടെ ഫോക്കസ് ചെയ്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ഔട്ട് ഓഫ് ദ മണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ ട്രെൻഡിൻ്റെ മെയിൻ ചാർട്ട് നോക്കി ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ദമണി ആയതുകൊണ്ട് ഞാൻ ഇന്ദമണി നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് അതിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുത്തു. അപ്പോൾ അതിൻ്റെ ചാർട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് എൻട്രി എക്സിറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ കാണിച്ചു തരും. നമുക്ക് ഓൾറെഡി ഇവിടെ ആ ടൈം തന്നെ ബൈ വന്നിട്ടുണ്ട്, ഗ്രീൻ അപ്പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ വന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ ബാർ ഇത് കൺഫേം ആണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചാൽ അത് കൺഫേം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്തായിരിക്കണം, ബൈ സോൺ ആയിരിക്കണം. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. ബൈ സിഗ്നൽ വന്ന ശേഷം, അതായത് നമ്മൾ ഏതാണോ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഇതുപോലെ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടായിരിക്കണം. കൺഫർമേഷൻ ബൈ സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈ സോൺ, ഇത് ഈ രണ്ട് കൺഫർമേഷൻ മതിയാവും. ഒരു എബോവ് 90% ആക്രോസി ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിതിനകത്ത് 159.30 സോഫ്റ്റ്വെയർ ബൈ പറഞ്ഞ് ഈ പ്രീമിയം 21,800 പുട്ട് ഓപ്ഷൻ ബൈ പറഞ്ഞത് ഇപ്പോൾ അത് 219 നിൽക്കുവാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോൾ ആക്ച്വലി 251 വരെ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ 220 വന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി സോഫ്റ്റ്വെയർ ടാർഗറ്റ് തരുന്നുണ്ട്. നമുക്ക് എന്താണ് ട്രെൻഡ് ഇപ്പം ആ ഒരു ബൈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാന്നുണ്ട് നമ്മുടെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യില്ല. സോഫ്റ്റ് നമുക്ക് ടെക്നിക്കൽ സോഫ്റ്റ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് നമുക്ക് മാക്സിമം ലോസ് ഒഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ് ടാർഗറ്റ് തന്നിട്ടുണ്ട്. ആ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ 3 ടാർഗറ്റ് തന്നിട്ടുണ്ട്. ആ ടാർഗറ്റ് വരുമ്പോൾ നമ്മൾ എക്സിറ്റ് കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ട്രെയിലിംഗ് ആണ്. അതായത് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമ്മൾ സെക്കൻഡ് തേർഡ് ടാർഗറ്റിൽ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടിന്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നോർമലി നോക്കുകയാണെങ്കിൽ എപ്പോഴും റിസ്ക് തന്നെയാണ് ട്രേഡിങ്. ഓപ്ഷന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് എപ്പോഴാണ് നമ്മൾ റിവേഴ്സ് അടിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നത്. കാരണം നമുക്ക് ഓപ്ഷനിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ഓപ്ഷൻ നമുക്ക് ടോട്ടലി നമ്മൾ ലോസേ വരത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് രീതിയിൽ ഓവർ ട്രേഡിങ് ഒന്നും ഇല്ലാതെ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് 100% റിട്ടേൺ ഗ്യാരണ്ടി നേടി തന്നിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ ലൈവ് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാം. ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRD സ്റ്റാൻഡ് അടുത്താണ് ഓഫീസ് വരുന്നത്, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ കാണാം. അപ്പോൾ താഴെ തന്നെ നമ്പറുണ്ട്, കോൾ ചെയ്യുക. പിന്നെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിൽ വരാവുന്നതാണ്. അപ്പം താങ്ക് യു.